ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗൈസ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ടൈൽസിന്റെ കട്ടിങ്ങും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ 3D മാക്സിൽ ചെയ്യാൻ നോക്കാൻ പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കുക. വളരെ സിമ്പിളാണ് നമ്മൾ 3D മാക്സിൽ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ക്രിയേറ്റിൽ ഷേപ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏത് സർഫേസിലാണോ വേണ്ട അവിടെ നിങ്ങൾ റെക്റ്റാങ്കിൾ ഇതേപോലെ വരച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങൾ വാളായിക്കോട്ടെ ഫ്ലോർ ആയിക്കോട്ടെ എവിടെ നിങ്ങൾക്ക് ടൈൽ വേണ്ട അവിടെ നിങ്ങൾ വരച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ മോഡിഫൈ ലിസ്റ്റിൽ പോവുക. മോഡിഫൈ ലിസ്റ്റിൽ പോയതിനു ശേഷം ഫ്ലോർ ജനറേറ്റർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഫ്ലോർ ജനറേറ്റർ എന്ന ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും നിങ്ങൾ ആ റെക്റ്റാങ്കിൾ വരച്ചതിൽ നിങ്ങൾക്ക് ഇങ്ങനെ കട്ടിംഗ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ ആ ടൈലിന്റെ ഒന്ന് എക്സ്ട്രൂട്ട് ആയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ആ റെക്റ്റാങ്കിൾ ഒക്കെ അതിൽ കട്ടിങ്ങും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഇനി എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ടൈലിന്റെ സൈസ് വേണം, നിങ്ങൾക്ക് 4x2 ടൈൽ വേണം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മാക്സ് ലെങ്ത് അവിടെ നിങ്ങൾക്ക് നിങ്ങളെ ടൈലിന്റെ ഇത് കൊടുക്കുക. ഞാൻ ഇവിടെ 120 കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ നമ്മളെ മാക്സ് വിഡ്ത്ത് ഉണ്ട്, അതിൽ ഞാൻ 60 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ആ ലെങ്ത്തും വിഡ്ത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ടൈൽ വേണ്ട അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ 4x2 ടൈൽ ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്ക് 6x2 അല്ല 4x4 ടൈൽ ഉണ്ടാക്കി. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഇതിൽ നമ്മുടെ ടൈൽസ് കറക്റ്റ് അറേഞ്ച്ഡ് അല്ല. ഓക്കെ, കുറച്ചൊന്ന് നീങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് സെൻട്രൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരാനായിട്ട് ഈ മെയിൻ ഓഫ് നിങ്ങൾ 0 ആക്കി കൊടുത്തായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ലൈൻ ആയിട്ട് വരും. അപ്പോൾ ഇത്ര സിമ്പിളാണ് നമ്മൾ 3D എക്സ്പ്രസിൽ നമുക്ക് ടൈലിന്റെ കട്ടിങ് കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബാത്റൂം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്ലോറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ പുതിയതായി കണ്ടവരൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താലുള്ളൂ ഇതേപോലത്തെ നല്ല വലിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.